ഉറുപ്പിയുടെ വില എന്താണെന്ന് വെച്ചാൽ 1 ഉറുപ്പിയുടെ 4/1 അത്രയേ ഉള്ളൂ. അല്ലാണ്ട് സ്വതന്ത്രമായ മൂല്യമില്ല. 25 പൈസ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ മൂല്യമുണ്ട്, അല്ലെങ്കിൽ 4 അണ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ മൂല്യമുണ്ട്. 4 ഉറുപ്പിക എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ മൂല്യമില്ല. 4 ഉറുപ്പിക എന്ന് പറഞ്ഞാൽ ഉറുപ്പിയുടെ 1/4 ഭാഗം എന്നേ അർത്ഥമുള്ളൂ. അതിൻ്റെ മൂല്യം ആപേക്ഷികമാണ്. എപ്പോഴാണ് നമ്മൾ 25 പൈസ എന്ന് പറഞ്ഞപ്പോൾ അതിന് സ്വതന്ത്ര മൂല്യമുണ്ട്. ഇന്ന് മൂല്യമില്ല എന്നൊന്നും പറഞ്ഞേക്കരുതേ. ഇന്ന് 25 പൈസ എടുക്കില്ല എന്നാരും പറഞ്ഞേക്കരുത്. 25 പൈസ എന്ന് പറയുമ്പോൾ അതിന് സ്വതന്ത്ര മൂല്യമുണ്ട്. എന്നാൽ 4 ഉറുപ്പിക എന്ന് പറയുമ്പോൾ അതിന് സ്വതന്ത്ര മൂല്യമില്ല. 1 ഉറുപ്പികയുടെ 4/1 മാത്രമേ അർത്ഥമുള്ളൂ. ശരി, ഒരു 4 ഉറുപ്പികയും കൂടി 50 പൈസ എന്ന് പറഞ്ഞേക്കരുത്, 1/2 ഉറുപ്പികയായി. ഇപ്പോഴും സ്വതന്ത്ര മൂല്യമില്ല. ഒരു 4 ഉറുപ്പികയും കൂടി 3/4, അതിനും സ്വതന്ത്ര മൂല്യമില്ല. ഒരു 4 ഉറുപ്പികയും കൂടി. ഇപ്പോഴോ? ഇപ്പം അംശമല്ല, ഇപ്പം അത് പൂർണ്ണമാണ്. ഇപ്പോഴത് കാൽ എന്നതുപോലെ 4മതൊരു കാലല്ല, അത് പൂർണ്ണതയെ പ്രാപിച്ചു. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകളാണ്. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്നീ അവസ്ഥാവച്ഛിന്ന പുരുഷന്മാർ അത് അവസ്ഥകളുമായി ബന്ധപ്പെടുത്തി പഠിക്കപ്പെടേണ്ടതാണ്. പക്ഷേ തുര്യം അഥവാ തുരീയം, 4മത്തത് അവസ്ഥയല്ല, 3-നുപരിയുള്ളത് സ്വരൂപമാണ്, പൂർണ്ണമാണ്. ഈ 3ൻ്റെ അപേക്ഷയിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ 4 എന്ന് പറയുന്നത്. അല്ലാതെ 4മത്തെ അവസ്ഥ എന്നുള്ള അർത്ഥത്തിൽ അല്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. കാരണം പലപ്പോഴും നമുക്ക് ഇതും മറ്റൊരവസ്ഥയാണോ എന്ന് ധാരണ വരും. പല പ്രഭാഷണങ്ങളിലും തുരീയ അവസ്ഥ എന്നൊക്കെ പറയുകയും ചെയ്യും. അത് ശാസ്ത്രത്തിന് നിരക്കുന്നതല്ല. തുരീയം അവസ്ഥയല്ല, അവസ്ഥ 3 ഉള്ളൂ. അത് പ്രത്യേകം മനസ്സിലാക്കണം. അവസ്ഥ 3 ഉള്ളൂ വെച്ചാൽ പിന്നെ മനുഷ്യൻ അനുഭവിക്കുന്ന വേറെയും ചില ദശകളുണ്ടല്ലോ. അതോ ഉദാഹരണം പറഞ്ഞാൽ ബോധക്ഷയം, അതിന് നമ്മൾ ഏതിൽ ചേർക്കും? ഒരാൾക്ക് ബോധക്കേട് വന്നു പറഞ്ഞു, മൂർച്ഛ, അതെന്തിനാണ് ചേർക്കുക? പെട്ടെന്ന് അങ്ങ് മറുപടി പറയാൻ പറ്റില്ല. കാരണം ആ ബോധക്ഷയത്തെ അപഗ്രഥിക്കണം. ബോധക്ഷയം 2 പ്രകാരത്തിലുണ്ട്. ഉദാഹരണത്തിന്, ഇത് പൂർണ്ണമല്ല, അതുകൊണ്ടാണ് ഉദാഹരണത്തിന് ദൃഷ്ടാന്തത്തിനെന്ന് പറയുന്നത്. വളരെയധികം ഒരാൾ വ്യാകുല ചിത്തനായി, അയാളുടെ നാഡീവ്യവസ്ഥയ്ക്ക് താങ്ങാൻ കഴിയാത്തത്ര ഉള്ള ആഘാതം അയാൾക്കുണ്ടായി. ഉടനെ ഒരു സുരക്ഷാ പ്രവർത്തനം നടന്നു. എന്താണത്? ബോധം കെട്ടു. ഒരു സുരക്ഷാ പ്രവർത്തനമാണ്. അങ്ങനെ ബോധം കെട്ടില്ലായിരുന്നെങ്കിൽ മറ്റെന്തോ മാരകവും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ദേഹത്തിൻ്റെ ഒരു സുരക്ഷാ മെക്കാനിസം അവിടെ പ്രവർത്തിച്ച് ബോധം കെട്ടു. ഈ ബോധക്ഷയത്തിൽ അയാൾക്ക് ഒരു സ്വപ്നവും ഇല്ല, ഒന്നുമില്ല. പ്രശാന്തമായി കിടന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഫ്രഷായിട്ട് എഴുന്നേറ്റു, ഒക്കെ മാറിയ, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു, സ്വച്ഛമായി. ഇങ്ങനെയൊരു തരം ബോധക്കേടുണ്ട്. വേറൊരു തരം ബോധക്കേട് വല്ല രോഗബാധകളെ കൊണ്ട് വല്ലാതെ മാരകമായിട്ട് ശരീരത്തിന് ഡീഹൈഡ്രേഷൻ വന്നു, ഛർദി കൊണ്ടോ വയറിളക്കം കൊണ്ടോ അല്ലെങ്കിൽ പനി കൊണ്ടോ അങ്ങനെയൊക്കെ സംഭവിച്ചു, ബോധം കെടുന്നു. അത്തരം ബോധക്ഷയത്തിൽ വല്ലാതെ അസ്വസ്ഥത ജനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാവും. വല്ലാത്ത കാഴ്ചകൾ അല്ലെങ്കിൽ വല്ലാത്ത കേൾവികൾ, ഭയപ്പെടുത്തുന്ന, ദുഃഖിപ്പിക്കുന്ന തരം സ്വപ്ന സമാനമായ അവസ്ഥകളിലൂടെ രോഗി കടന്നു പോകുന്നുണ്ട്. ഈ ബോധക്കേട്, ഇങ്ങനെ 2 ബോധക്കേടാണുള്ളത്. അല്ലേന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിൽ ആദ്യം പറഞ്ഞതിനെ നമ്മൾ എവിടെ ഘടിപ്പിക്കും? സുഷുപ്തിയിൽ ഘടിപ്പിക്കും. രണ്ടാമത് പറഞ്ഞതിനെ എവിടെ ഘടിപ്പിക്കും? സ്വപ്നത്തിൽ ഘടിപ്പിക്കും. സംശയമില്ല. അതുകൊണ്ട് അവസ്ഥ 3 ഉള്ളൂ, 4 5 ഒന്നുമില്ല. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. മൂർച്ഛ എന്നതിനെ നമ്മൾ വീണ്ടും 2ആയി വിഭജിച്ച് ചില ഇനം മൂർച്ഛകളെ സ്വപ്നത്തിൽ ഘടിപ്പിക്കും, ചില ഇനം മൂർച്ഛകളെ സുഷുപ്തിയിൽ ഘടിപ്പിക്കും. അത് ആ മൂർച്ഛയ്ക്ക് ശേഷമുള്ള അനുഭവത്തെ അല്ലെങ്കിൽ ആ മൂർച്ഛാദശയെ നമ്മൾ ഓർമ്മിച്ചിട്ടെടുത്തിട്ട് വേണം പറയുക. ഇത് ഓരോരുത്തർക്കും അവനവൻ്റെ അനുഭവം കൊണ്ട് നിരൂപണം ചെയ്യാൻ കഴിയും. ഒരാരോടും ചോദിക്കേണ്ട. കുതിരയ്ക്ക് എത്ര പല്ലുണ്ടെന്ന് അരിസ്റ്റോട്ടിലിൻ്റെ പുസ്തകം പരിധി നോക്കേണ്ട ആവശ്യമില്ല. മുമ്പിൽ നിർത്തിയിട്ട് കുതിരയുടെ വായം നോക്കിയിട്ട് എണ്ണി നോക്കിയാൽ മതി.
ഇതേതാചാര്യൻ ഏത് പുസ്തകത്തിൽ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കുണ്ടായ മൂർച്ഛയെ ഒന്ന് വിലയിരുത്തിയാൽ മതി. അതിൽ സ്വപ്ന സമാനമായിരിക്കുന്ന വിഷയീ പരിണാമമുണ്ടോ എങ്കിൽ ആ മൂർച്ഛയെ സ്വപ്നത്തിൽ ചേർക്കുക. ഏത് മൂർച്ഛാദശയിൽ വിഷയീ പരിണാമമില്ലയോ അതിനെ സുഷുപ്തിയിൽ ചേർത്തോളുക. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ അത് നിരായാസമായ ആനന്ദത്തെ നൽകുന്നതായിരിക്കും. അതാണ് വളരെ സ്വച്ഛമായിട്ട് അയാൾ എഴുന്നേൽക്കും. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ വേറെ മാരകമായ പ്രശ്നങ്ങൾ സംഭവിക്കുമായിരുന്നു. ഇതൊരു ഈ ഇലക്ട്രിക് സിസ്റ്റത്തിനൊക്കെ താങ്ങാൻ വയ്യാത്ത വോൾട്ടേജ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് MCB ഓഫായി പോകുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ചിലപ്പോൾ വീണ്ടും പോയിട്ട് ഓണാക്കേണ്ടി വരും. ഇതില്ല. ആ മെക്കാനിസം കൂടി ദേഹത്തിൽ വെച്ചിട്ടുണ്ട്. വല്ലാത്തൊരു പട്ടണം തന്നെയായത്. നവദ്വാരേ പുരേ എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു പട്ടണത്തിൻ്റെ വ്യവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത്. ചിന്തിക്കുക. ഏതായാലും ഏഷ ഹി ദ്രഷ്ട സ്പൃഷ്ട ശ്രോത ഘ്രാത രസയിത മന്ത ബോധ കർത്ത വിജ്ഞാനാത്മാ പുരുഷഃ സ പരേ അക്ഷരേ ആത്മനി സംപ്രതിഷ്ഠതേ. ഏഷ ഹി ദ്രഷ്ട സ്പൃഷ്ട ശ്രോത ഘ്രാത രസയിത മന്ത ബോധ കർത്ത വിജ്ഞാനാത്മാ പുരുഷഃ സ പരേ അക്ഷരേ ആത്മനി സംപ്രതിഷ്ഠതേ. പറഞ്ഞത് തന്നെ ഒന്നും കൂടി ഉറപ്പിച്ച് പറയുകയാണ്. പുതുതായിട്ടൊന്നും പറയല്ല. കാരണം വിഷയം സൂക്ഷ്മമായതുകൊണ്ട് ദൃഷ്ടാന്തങ്ങൾ സഹിതവും ആവർത്തിച്ചും പറഞ്ഞ് ഉറപ്പിക്കുന്നു. അവൻ ഈ ജീവാത്മഭാവം കരണങ്ങളോട് ചേർന്ന് ഉപാധികളിൽ അഭിമാനത്തോടു കൂടിയിരിക്കുന്ന ജീവാത്മഭാവം, അതിനെ പറയുകയാണ്, യവനുണ്ടല്ലോ ദ്രഷ്ടാവാണ്, സ്പ്രഷ്ടാവാണ്, ശ്രോതാവാണ്, ഘ്രാതാവാണ്, രസയിതാവാണ്, മന്താവാണ്, ബോദ്ധാവാണ്, കർത്താവാണ്, വിജ്ഞാനാത്മാവാണ്. അങ്ങനെയുള്ള ഈ പുരുഷൻ ഏഷ പുരുഷ, ഏഷ പുരുഷ, ഈ പുരുഷൻ. ഇവിടെ എന്തിന് ശ്രുതി ഏഷ എന്ന് പ്രയോഗിച്ചു നമുക്ക് ചിന്തിക്കാം. ഈ പുരുഷൻ പരേ അക്ഷരേ ആത്മനി സംപ്രതിഷ്ഠതേ, പരമമായ അക്ഷരമായ ആത്മാവിൽ സംപ്രതിഷ്ഠിതനാകുന്നു. അപ്പൊ ഇവിടെ ഏഷഹ ഈ എന്ന് പറഞ്ഞത് ജീവഭാവത്തെ സൂചിപ്പിക്കാനാണ്. ശരീര താദാത്മ്യത്തോടുകൂടി ഉപാധികളോട് ചേർന്ന് ഞാൻ സകല വിഷയാനുഭവങ്ങളെയും നേടി, കണ്ടു, കേട്ടു, രുചിച്ചു, വാസനിച്ചു, സ്പർശിച്ചു. ഇതുപോലെ ബാക്കിയും കൂടി മനസ്സിലായിക്കോളുക. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അന്തഃക്കരണ വൃത്തികളുമായി ഞാൻ താദാത്മ്യപ്പെട്ടു. എപ്പോ? എന്നിൽ ജീവഭാവത്തോടു കൂടിയിരുന്നപ്പോൾ. അങ്ങനെ ഞാൻ വ്യവഹരിച്ചു. ജാഗ്രതത്തിലും പോരാ, സ്വപ്നത്തിലും. ഒരിടത്ത് സ്ഥൂല വ്യവഹാരങ്ങളാണെങ്കിൽ മറ്റിടത്ത് സൂക്ഷ്മ വ്യവഹാരങ്ങളാണ്. പക്ഷെ വ്യവഹാരം സമാനമാണ്. സുഖദുഃഖാദി ദ്വന്ദ്വങ്ങൾ രണ്ടവസ്ഥകളിലുമുണ്ട്. രണ്ടവസ്ഥകളിൽ ഒന്ന് സൂക്ഷ്മവും ഒന്ന് സ്ഥൂലവുമാണെങ്കിലും സുഖദുഃഖാദി അനുഭവം ഇല്ലെന്ന് പറയരുത്. ഒരു പക്ഷേ അതിതീവ്രമായ സുഖദുഃഖാദി അനുഭവം സൂക്ഷ്മമായ പെട്ടെന്ന് താൻ കടന്നുപോയ മേഖലയായ സ്വപ്നത്തിലായിരിക്കും. ജാഗ്രത്തിൽ ദീർഘകാലം കൊണ്ട് അനുഭവിച്ച ഒരു സുഖം അല്ലെങ്കിൽ ഒരു ദുഃഖം അതിസൂക്ഷ്മമായൊരു കാലയളവിൽ കടന്നുപോയതാണെങ്കിൽ പോലും ചിലപ്പോൾ സ്വപ്നത്തിൽ ഞാൻ നേടിയിട്ടുണ്ടാവാം. അവിടെയും സുഖദുഃഖാദി അനുഭവമുണ്ട്. സ്ഥൂല സൂക്ഷ്മ ഭേദമുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയ അന്തഃക്കരണ വൃത്തികളോട് താദാത്മ്യപ്പെട്ട് ഞാനിരുന്നു. എപ്പോൾ? ജീവഭാവത്തിൽ. ആ ജീവഭാവത്തെയാണ് ഏഷ ഹി, ഇവനാകുന്നു ദ്രഷ്ടാവ്, കാണുന്നവൻ,
സ്പൃഷ്ടാവ് സ്പർശിക്കുന്നവൻ, ശ്രോതാവ് കേൾക്കുന്നവൻ, ഘ്രാതാവ് മണക്കുന്നവൻ, രസയിത രുചിക്കുന്നവൻ, മന്ത മനനം ചെയ്യുന്നവൻ, സങ്കല്പ വികല്പങ്ങളെ ചെയ്യുന്നവൻ, ബോധ ബോധിക്കുന്നവൻ, ബുദ്ധി, കർത്ത കർത്തൃത്വാഭിമാനത്തോടൊത്തവൻ, ഞാൻ ചെയ്യുന്നു, അഹങ്കാരമാണത്. വിജ്ഞാനാത്മാ പുരുഷ അതിസൂക്ഷ്മമായ ലിംഗശരീരോപാധിയിൽ പ്രതിബിംബിച്ചിരിക്കുന്ന യാതൊരു ജീവഭാവമുണ്ടോ ആ ജീവന്റെ പേരാണ് വിജ്ഞാനാത്മാ. ജീവാത്മാ പുരുഷ ഏഷ വിജ്ഞാനാത്മാ പുരുഷ ഏഷ ജീവാത്മാ പുരുഷ. ഈ ജീവാത്മാവാകുന്ന പുരുഷൻ ദ്രഷ്ടാവും സ്പൃഷ്ടാവും ശ്രോതാവും ഘ്രാതാവും ഒക്കെയായിരിക്കുന്ന പുരുഷൻ, സഹ അവനുണ്ടല്ലോ, അവൻ പരേ അക്ഷരേ ആത്മനി പരമമായ അക്ഷരമായ ആത്മാവിൽ, അക്ഷരമായ ആത്മാവിൽ ക്ഷരിക്കാത്ത പരമാത്മസ്വരൂപത്തിൽ, ഉപാധിഗതമായ എല്ലാ ഭാവത്തെയും തന്നെ ക്ഷരിക്കുന്നതെന്ന് നമുക്ക് പറയാം. അക്ഷരേ നക്ഷരതി, ഒരിക്കലും ക്ഷരിക്കാത്തതെന്തോ അതാണ് അക്ഷരം. അക്ഷരത്തിൽ, അക്ഷരം ബ്രഹ്മപരമം, ശ്രദ്ധിക്കുക, അക്ഷരം പരബ്രഹ്മമാണ്, പരമാത്മാവാണ്. അക്ഷരേ ആത്മനി പരബ്രഹ്മണി, പരമാത്മാവിൽ സംപ്രതിഷ്ഠതേ, സംപ്രതിഷ്ഠയെ പ്രാപിക്കുന്നു. താല്പര്യം സുഷുപ്തികാലത്തിൽ സകല ഉപാധികളും ഉപാധിഗതങ്ങളായ താദാത്മ്യങ്ങളും വിലയിച്ചപ്പോൾ ജീവൻ പരമാത്മാവിൽ തന്നെ ചേർന്നു. സുഷുപ്തി ദശയിൽ അന്യഭാവമില്ല. അതുകൊണ്ടാണ് സുഷുപ്തിയിലേക്ക് പതുക്കെ പോകുന്ന ജീവൻ ആനന്ദാഭിമുഖ വൃത്തി എന്നുള്ളൊരവസ്ഥയിലെത്തി സുഷുപ്തിയിൽ ആനന്ദം തന്നെയായി. ചിന്തിക്കുക. ഇത് ദിവസമുള്ള ഈ ബ്രഹ്മാനുഭവം അല്ലെങ്കിൽ ബ്രഹ്മലോകപ്രാപ്തി എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഇത് അനുഭവിക്കുന്നുണ്ട്. ഇന്നലെ ഇത് അനുഭവിച്ചിട്ടുണ്ട് എല്ലാവരും. ഇന്നും ഇത് പോയിട്ട് എല്ലാവർക്കും അനുഭവിക്കാൻ ഇട വരട്ടെ, അല്ലെങ്കിൽ നാളെ ശരിയാവില്ല ഇരുത്തം. അപ്പൊ ദിവസവും ഈ അനുഭവം നേടിയിട്ടും അറിഞ്ഞിട്ടും എവിടെ ആനന്ദം നോക്കിയിട്ട് അങ്ങും വലയേണ്ട ആവശ്യമുണ്ടോ? ഈ ആനന്ദ ഭണ്ഡാരം കൊണ്ട് നടന്നിട്ട് അങ്ങും ഇങ്ങും പോയി തട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ? ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയും ചിന്തിക്കുക. അപ്പൊ ഉപനിഷത്ത് നമ്മുടെ സുഖം തേടിയുള്ള സകല ജീവികളുടെയും യാത്രയിൽ പരമമായ ആനന്ദം എങ്ങും ബാഹ്യമേഖലയിൽ അന്വേഷിക്കേണ്ടതല്ല, നീ നിന്നിൽ നിന്നാൽ സദാ അനുഭവിക്കുന്ന സ്വരൂപത്തിലേക്ക് സ്വയം തിരിയൂ എന്ന് ബോധിപ്പിക്കുന്നു. ഇത്ര സ്പഷ്ടമായിട്ട് മറ്റു ഉപനിഷത്തുകളിൽ പറഞ്ഞതും വളരെ വ്യത്യാസമുണ്ട്. ഇവിടെ ഉപാധികളുടെ തലത്തിൽ നിന്ന് അപഗ്രഥിച്ച് തുടങ്ങിയിട്ടാണ് ഇവിടെ എത്തിയത്. മറ്റതൊക്കെ നേരിട്ട് ഗുരുനാഥൻ പരബ്രഹ്മ വിഷയം അങ്ങോട്ട് പറഞ്ഞു തരിക. അത്യന്ത ശ്രദ്ധാലുവിന് ഉൾക്കൊള്ളാൻ കഴിയും. ഇതല്ല, ഇത് ഉപാധികളുടെ തലത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് ആ വർണ്ണന പരബ്രഹ്മ വിഷയത്തിലെത്തുന്നത്. അപ്പൊ നമുക്ക് എളുപ്പമുണ്ട് ഗുരുനാഥന്റെ കൂടെ പോവാൻ. ഇതാണ് പ്രശ്നോപനിഷത്തിന്റെ ഉപദേശ ശൈലിയുടെ വൈശിഷ്ട്യം. നല്ലപോലെ അനുസന്ധാനം ചെയ്യുക എന്ന് ആവർത്തിച്ച് പറയുന്നു. ബാക്കി നമുക്ക് നാളെ കൃത്യസമയത്തിന് തുടരാം. ഇന്നലെ സിദ്ധികളെക്കുറിച്ചുള്ള ചർച്ചയാണ് അവസാനം നടന്നത്. സിദ്ധികളിൽ ആത്മജ്ഞാന സിദ്ധി പരമമായ സിദ്ധി എന്നും
മറ്റെല്ലാ സിദ്ധികളും താത്കാലികങ്ങളോ അല്പങ്ങളോ എന്നും പറഞ്ഞു. അവിടെ ഒരു ചോദ്യഭാഗം ശേഷിച്ചത്, അതാണ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സമയം പൂർത്തിയായി നിർത്തിയത്. ഇതര നാഡികൾ വഴിക്ക് പോകുന്നവർ സിദ്ധികളെ പ്രാപിക്കുന്നു എന്ന് പറയുന്ന വ്യാഖ്യാനങ്ങൾ എത്ര കണ്ട് ശരിയാണ്? തീർച്ചയായിട്ടും അത്തരം വ്യാഖ്യാനം ശരിയാണ്. അതിൻ്റെ പ്രശ്നം ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സുഷുമ്ന വഴി ഇതിപ്പോൾ മുക്തനെ സംബന്ധിച്ചതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അയാൾ എങ്ങോട്ടും പോകണമില്ല, എവിടെ നിന്നും വരണമില്ല. അയാൾ സ്വരൂപനിഷ്ഠനായി പരമാനന്ദത്തിൽ ഇവിടെ കഴിയുന്നു. ന തസ്യ പ്രാണാഹ ഉത്ക്രാമന്തി, അവൻ്റെ പ്രാണങ്ങൾ ഉത്ക്രമിക്കുന്നില്ല എന്നുള്ള ശ്രുതിയാണ് പരമം. പക്ഷെ ഇവിടുത്തെ സംശയം എന്തായിരുന്നു എന്നുള്ളത് നില ഓർമ്മിപ്പിക്കുന്നു. സുഷുമ്ന വഴി ഉയരുന്നവൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു, അല്ലാത്തവൻ വിവിധ സിദ്ധിവിശേഷങ്ങളെ പ്രാപിക്കുന്നു എന്നൊരു വ്യാഖ്യാനം ശരിയോ എന്നുള്ളതായിരുന്നു ചോദ്യം. വിശ്വന്യ ഉത്ക്രമണേ ഭവന്തി എന്നുള്ള കഠോപനിഷൻ മന്ത്രം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ആ ചോദ്യം. നമ്മളിവിടെ കഠോപനിഷത്ത് പഠിക്കുന്ന സമയത്ത് ഒരു ദൃഷ്ടി വെച്ചുകൊണ്ടാണ് എല്ലാ വ്യാഖ്യാനവും, അതും ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു തരുന്നതിനനുസൃതമായിട്ടുള്ളൊരു വ്യാഖ്യാനമാണ് അവലംബിച്ചത്. അതുകൊണ്ട് മറ്റൊരു വ്യാഖ്യാനം തെറ്റാണെന്ന് പറയുന്നില്ല. ശാസ്ത്രത്തിന് അവിരുദ്ധമായ വ്യാഖ്യാനങ്ങളെ നമുക്ക് സ്വീകരിക്കാം. വ്യക്തമാണല്ലോ, ഒന്നിച്ചു പോകുന്നുണ്ടല്ലോ. ശാസ്ത്രത്തിന് അവിരുദ്ധമായ വ്യാഖ്യാനങ്ങളെ സ്വീകരിക്കാം. അങ്ങനെ പറയുമ്പോൾ സുഷുമ്ന വഴി പ്രാണായാമം ചെയ്ത് സർവസംസ്കാരങ്ങളെയും ശേഖരിച്ചൊറ്റ പോകുന്നവൻ ബ്രഹ്മലോകത്തിലേക്ക് ഉയരുന്നു, ബ്രഹ്മലോകാനുഭവത്തെ നേടുന്നു, അല്ലാത്തവർ അന്യസിദ്ധികളെ പ്രാപിക്കുന്നു എന്ന് വ്യാഖ്യാനിച്ചാൽ അത് തെറ്റില്ല. അതെങ്ങനെയാകുന്നു എന്നാണെങ്കിൽ, ജന്മാന്തരകൃതമായ തപസ്സിൻ്റെ, ആത്മജ്ഞാനത്തിൻ്റെ എന്ന് പറയരുത്, തപസ്സിൻ്റെ സാധനയുടെ പരിപാകാവസ്ഥയിൽ ശരീരം ഉപേക്ഷിക്കുകയും ആ തപസ്സിൻ്റെ ഫലരൂപമായ സിദ്ധികളെ നേടുകയും ചെയ്യുന്നവരുണ്ട്. അവർ ഈ വിശ്വഗതിയെ പ്രാപിച്ച് ആ സിദ്ധിയുടെ പ്രകടനത്തിന് അനുരൂപമായ ശരീരങ്ങളിൽ ജനിക്കുന്നു. എന്നിട്ടൊരു പ്രത്യേക അവസ്ഥ എത്തുമ്പോൾ എപ്രകാരമാണോ സാധനയുടെ പരിപക്വതയിൽ ലേശ തടസ്സം കൊണ്ട് പുനർജനിക്കുന്നവർ ഒരു പ്രത്യേക പ്രായം വരുമ്പോൾ സാധനയുടെ പിന്തുടർച്ച ഉണ്ടാകുന്നത്, അതുപോലെ അവർക്ക് ചില സിദ്ധികൾ പ്രകാശിക്കും. പക്ഷെ ഈ പ്രകാശിക്കുന്ന സിദ്ധിയും ജ്ഞാനസാധകൻ്റെ തുടർച്ചയും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റേയാൾ സാധനാമാർഗത്തിൽ മുന്നോട്ട് പോയി പരിപൂർണ ജ്ഞാനഭാവത്തിലേക്ക് ഉയരുന്നു, മുക്തനാവുന്നു. ഇയാളുടെ സിദ്ധിയുടെ ഭാവത്തിലൂടെ ഉയർന്ന് ഒരു കാലം കഴിയുമ്പോൾ സിദ്ധി വിലയിച്ചു പോകുന്നു. ഇത് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ചെറിയൊരു അനുഭവം പറഞ്ഞുതരാം. ആശ്രമത്തിൽ ഒരാൾ വന്നു, വേദാന്ത ക്ലാസ്സിനാണ് വന്നേ. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച വേദാന്ത ക്ലാസ് ഉണ്ട്. അതിന് വന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു, സ്വാമിജി എനിക്ക് എല്ലാ വേദാന്ത ക്ലാസ്സിനും വരണം എന്നുണ്ട്, ഞാൻ വന്നോട്ടെ. എന്തിനാ നിങ്ങൾ സമ്മതം ചോദിക്കണം? ആർക്കും വരാലോ, ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. എന്താ? അതല്ല, സ്വാമിയുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാ. എന്താ അഭിപ്രായം പറഞ്ഞോളൂ. അപ്പം ഇയാൾ പറഞ്ഞു, ഞാൻ ഈ പ്രത്യേക ഒരു ദേവഭാവം ഉള്ളൊരാളാണ്. അപ്പോൾ ജനങ്ങൾ ധാരാളം എൻ്റെ അടുത്തേക്ക് വരും, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. 2 ദിവസങ്ങളിൽ എന്നിലൂടെ ഒരു ദൈവഭാവം പ്രവർത്തിക്കും. ഞാൻ പറയണതൊക്കെ ശരിയായിരിക്കും. അപ്പം എൻ്റെ പ്രവചനം കേൾക്കാൻ വേണ്ടി 100 കണക്കിന് ആൾക്കാർ ജാതിമത ഭേദമന്യേ എൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ആശയം ഒക്കെ ശരിയാവുന്നുണ്ട്, അവർക്ക് അനുഭവമാവുന്നുണ്ടെങ്കിലും ഞാൻ പറയണ ഭാഷയൊക്കെ ഒരു നാടൻ ഭാഷയാണ്. അപ്പോൾ അവിടെ ക്ലാസ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭാഷയ്ക്കൊക്കെ ഒരു നന്മ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വരട്ടെ എന്ന് ചോദിക്കണം. സ്വാമിജി എന്താ പറഞ്ഞാൽ അതുപോലെ ചെയ്യാം. നമ്മൾ നിങ്ങളോട് വരികയേ വേണ്ട, കാരണം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ തന്നെ ഈ ഭാഷയെ പറഞ്ഞിട്ട് ജനങ്ങൾ നിങ്ങളെ കാണാൻ വരുന്നുണ്ടല്ലോ, അവർ സംതൃപ്തരായി പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിപൂർവ്വം ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ ഈ ഒരു സിദ്ധി പൂർവ്വജന്മത്തിൽ ചെയ്ത സാധനയുടെ ഫലരൂപമാണെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇത് ഇല്ലാണ്ടാവും. ആ ഇല്ലാണ്ടാവുന്നതിന് മുമ്പ് നിങ്ങൾ പരമാവധി പൈസ സമ്പാദിക്കും. ഞാൻ പറഞ്ഞെടുത്തു, സ്വാമി പറഞ്ഞെടുത്തിട്ട് ഏറ്റവും ശരിയെന്ന് നിങ്ങൾ പറയേണ്ട ആൾ വളരെ പാവപ്പെട്ട ഒരാളാണ്. ഒരു കുടിലിൽ താമസിക്കുന്ന ആളായിരുന്നു.
നല്ലോണം പൈസ സമ്പാദിക്കുക. ആരെയും പിഴിഞ്ഞിട്ടൊന്നും വാങ്ങണ്ട. ആരെന്താ വെക്കണേച്ചാൽ വെച്ചോട്ടെ, പോയിക്കോട്ടെ, അത് നിങ്ങൾ സമ്പാദിച്ചോളൂ. തെറ്റായ ഉപയോഗം ചെയ്ത് എല്ലാ കാലവും പൈസ വരവുണ്ടാവുമെന്ന് വിചാരിക്കരുത്. ഏറി വന്നാൽ ഒരു 12 കൊല്ലം, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. ഇത് എത്ര കൊല്ലമായി? 2 കൊല്ലമായി സ്വാമി. എന്നാൽ ഒരു 10 കൂടി കൂട്ടിയാൽ മതി. ഏതായാലും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല, ഇത് കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. നമ്മൾ ആ ഭാഗത്ത് കൂടെ ഒരു ദിവസം പ്രഭാഷണത്തിന് പോവുക. പോണ സമയത്ത് ഇയാൾ ചാടി വീണു റോഡുമ്പിലേക്ക്. സ്വാമി എന്തായാലും എൻ്റെ വീട്ടിലൊന്ന് കയറണം. ഓ ശരി, കയറാലോ, സമയമുണ്ട്. അപ്പം വീടൊക്കെ ഗംഭീര വീടാണ്. ഇവിടുന്ന് തൊട്ട് ഇതുവരെ സ്വർണ്ണവളയൊക്കെ ഇട്ടിട്ട് അമ്മ ഉണ്ട്. സഹോദരിയുടെ കല്യാണം കഴിച്ച് പറഞ്ഞയച്ചു, അവളെ നല്ല നിലയ്ക്ക് പറഞ്ഞയച്ചു. അത്യാവശ്യം ബാങ്കിലൊക്കെ കുറച്ച് പൈസ ഉണ്ട്. നമ്മൾ ചോദിച്ചല്ല, ഇപ്പോൾ പരിപാടിയൊന്നുമില്ലേ? അതൊക്കെ പോയി സ്വാമി. ഇത് കഥയല്ല, നമുക്കിവിടെ ചിരിക്കാം, യാഥാർത്ഥ്യമാണ്. അയാൾ ഈ 10 കൊല്ലം കൊണ്ട് ഒക്കെ ഒരു വ്യവസ്ഥയിലാക്കി വെച്ചു കുടുംബം. നേരെ മറിച്ച് അയാൾ എല്ലാ കാലം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ജീവിച്ചിരുന്നെങ്കിലോ? സിദ്ധി ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് ഓർമ്മിക്കുക, ഇത്തരം ബാഹ്യസിദ്ധികളിലൊന്നും മയങ്ങാതിരിക്കുക. അവിടുന്ന് ഭസ്മം എടുത്തു, ഇവിടുന്ന് ലഡു എടുത്തു, അവിടുന്ന് ജിലേബി എടുത്തു. ജിലേബി നമുക്ക് ബേക്കറി പോയാൽ കിട്ടൂലേ? എന്തിനപ്പം അത്ര കഷ്ടപ്പെട്ട് അവിടുന്ന് ഇവിടുന്ന് എടുക്കാൻ നിൽക്കണം? അതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് സിദ്ധി ഒന്നാണ്. ഭഗവാൻ രമണ മഹർഷി സ്പഷ്ടമായി നമ്മളോട് പറഞ്ഞു തന്നു, സിദ്ധസ്യ വിത്തി സത ഏവ സിദ്ധി. സിദ്ധസ്യ വിത്തി സത ഏവ സിദ്ധി. സിദ്ധസ്യ സതഃ വിത്തി സിദ്ധി. സ്വയം സിദ്ധമായ സത് സ്വരൂപത്തിൻ്റെ ജ്ഞാനമാണ് ശരിയായ സിദ്ധി, ജ്ഞാനസിദ്ധി. മറ്റതൊക്കെ അവാന്തര സിദ്ധികൾ. ഈ അവാന്തര സിദ്ധികളിലേക്ക് നമ്മുടെ മനസ്സ് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ജ്ഞാനസിദ്ധിയിലേക്ക് ഉയരില്ല. ഇത് ഓർമ്മിക്കുക. ഒരു വിജ്ഞാനി ഈ സിദ്ധികൾക്കെല്ലാം അപ്പുറത്തുള്ളൊരു മഹാപുരുഷൻ ചിലപ്പോൾ സന്മാർഗത്തിലേക്ക് ലോകരെ നയിക്കുന്നതിന് സിദ്ധി പ്രദർശനം ചെയ്തുകൂടുന്നില്ല. അയാൾ സന്മാർഗത്തിലേക്ക് ലോകരെ നയിക്കുന്നതിന് സിദ്ധി പ്രദർശനം ചെയ്താൽ അത് അയാൾക്ക് ബന്ധകാരിയായി തീരില്ല. കാരണം അയാൾ ഇതിനപ്പുറത്തുള്ള മഹാപുരുഷനാണ്. പക്ഷെ ശാസ്ത്ര സ്വാധ്യായം ചെയ്യുന്ന ഒരു വ്യക്തി സിദ്ധിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന് ജ്ഞാനസിദ്ധിയിലേക്ക് ഉയരാൻ കഴിയില്ല. ഇത് രണ്ടും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് നോക്കി കാണേണ്ടുന്ന വിഷയങ്ങളാണ്. പറഞ്ഞ ആശയം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. നെഗറ്റീവായ ക്രോധം, അസൂയ മുതലായവയും പോസിറ്റീവായ സ്നേഹം, കരുണ, ശാന്തി മുതലായവയും ഒരേ ബ്രഹ്മത്തിൽ നിന്നാണോ ഉദ്ഗമിക്കുന്നത്? നോക്കൂ, ഇതെല്ലാം ഉപാധിഗതമായ ഭാവങ്ങളാണ്. ഈ ഉപാധിയിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാം തന്നെ അടിസ്ഥാനമായി ചൈതന്യ സ്വരൂപത്തിൽ നിന്നാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എന്നൊരു പറയാം, ഉപാധിയിലൂടെ പുറത്തേക്ക് പ്രകടമാകുന്ന സകല ഭാവങ്ങളുടെയും അടിസ്ഥാനമായ ഉണ്മ ഏകമായ സത്യം തന്നെയാണ്. പക്ഷേ ഈ ഭാവങ്ങൾ ഏകസത്യത്തിൽ നിന്നുണ്ടാവുന്നു എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ തെറ്റും. ഒരു രസിക ശിരോമണിയുണ്ട്, ആശ്രമത്തിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് അയാളെ കാണുന്നില്ല. ഉണ്ട്, ജീവനോടെ ആളുണ്ട്, ബഹുരസികനാണ്. എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുക എന്നൊന്നും കണക്കില്ല. ഇയാളുടെ പരാക്രമങ്ങൾ ഇവിടെ പറയാൻ പുറപ്പെട്ട ദിവസങ്ങൾ പറഞ്ഞാലും തീരില്ല, അത്ര പരാക്രമങ്ങൾ അയാളുടെ ഭാഗത്തു നിന്നുണ്ട്. ഒരിക്കൽ അയാൾ ചെയ്ത ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ആശ്രമത്തിലെ ഒരു വണ്ടിക്ക് ഒരു ഫോഗ് ലൈറ്റ് മേടിക്കണം. അത് ഒരു അഖില ഭാരത തീർത്ഥയാത്രയ്ക്ക് പോവുക. അപ്പോൾ ഹിമാലയത്തിലേക്കൊക്കെ വണ്ടി പോകുമ്പോൾ എന്തായാലും ഫോഗ് ലൈറ്റ് വേണം. അപ്പോൾ ഒന്ന് വാങ്ങി ഫിറ്റ് ചെയ്യണം എന്ന് നിശ്ചയിച്ചു. ഇയാൾ ചാടി വീണല്ലോ, ഞാൻ വാങ്ങാം. ഓ വാങ്ങി വരൂ. അല്ല, പോകാൻ നേരത്താണ് ചോദിക്കണം, അതിൽ ഈ ഫോഗ് ലൈറ്റ് അത് എന്താണ് ഫോഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ? ഫോഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ വെളിച്ചുണ്ടാവുന്നില്ലേ, അതാ സാധനം. ശരി, ഇയാൾ പോയി ചില്ലാനൊക്കെ കൊണ്ടുപോയി. വരേണ്ട സമയം കഴിഞ്ഞ് ഇയാളെ കാണുന്നില്ല. അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല, വ്യാപകമായിട്ടില്ല. മൊബൈൽ ഫോണെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അത് അത്ര വ്യാപകമായി പ്രചരിച്ചിട്ടില്ല. ഏതായാലും പാവം വളരെ ക്ഷീണിച്ച അവശനായി രാത്രി വന്നു. രാവിലെ പോയ ആൾ, സ്വാമി കോഴിക്കോട് മുഴുവൻ ഞാൻ പോയി, എന്നിട്ട്
ഇങ്ങനൊരു സാധനം അവിടെ ഇല്ല. നിങ്ങൾ ഓട്ടോമൊബൈൽ കടകളിലൊക്കെ തന്നെയല്ലേ പോയത്? അതെ, എല്ലായിടത്തും പോയി, കിട്ടിയില്ല. എന്താ നിങ്ങൾ ചോദിച്ചേ? ഫോഗ് ലൈറ്റ് തന്നെ. മനസ്സിലായില്ല, നിങ്ങൾ കിട്ടിയില്ല എന്നോ? എനിക്ക് മനസ്സിലാവില്ലല്ലോ, ഒന്നും മനസ്സിലാവില്ല. അപ്പം ചോദിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലായത്, ഇയാള് മഞ്ഞ ബൾബാണ് നോക്കി നടക്കണത്. ഓരോരോ കടയിലും പോയി കാണിച്ചപ്പോൾ ഇതാണ് ഫോഗ് ലൈറ്റ്, പല വലുപ്പമുള്ളത് കാണിച്ചു കൊടുത്തു, ചെറുത് കാണിച്ചു, വലുത് കാണിച്ചു, പലതും കാണിച്ചു. പക്ഷെ ഇതൊന്നും മഞ്ഞ ബൾബല്ല, ബൾബ് ട്രാൻസ്പെറൻ്റാ. അപ്പം ഇയാളെന്ത് വാങ്ങാണ്ട് പോന്നു പാവം. 2 ഫോഗ് ലൈറ്റ് വാങ്ങേണ്ട പൈസ അയാൾ ചിലവാക്കി ഒരു ദിവസം കൊണ്ട്. അത്ര പറഞ്ഞാൽ മതിയല്ലോ. ഓട്ടോറിക്ഷ വിളിച്ചിട്ടും ചായ കുടിച്ചിട്ടും ഊണ് കഴിച്ചിട്ടും യാത്ര ചെയ്തിട്ടും ഒക്കെ 2 സെറ്റ് ഫോഗ് ലൈറ്റ് വാങ്ങേണ്ട പൈസ അയാൾ ചിലവാക്കി. പക്ഷെ സാധനം ഇല്ലാണ്ട് തിരിച്ചും പോന്നു. കാരണം അയാൾ തർക്കത്തിലേർപ്പെട്ടു. കടയുടെ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ മഞ്ഞ ബൾബ് കിട്ടാൻ പോകുന്നില്ല, ഫോഗ് ലൈറ്റിൻ്റെ കവറിങ് ആണ് മഞ്ഞ, ബൾബിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല, അത് ട്രാൻസ്പെറൻ്റ് ആണ്, പുറത്തുള്ള ഗ്ലാസിൻ്റെ ലെയറാണ് മഞ്ഞ, അങ്ങനെയാണ് ഫോഗ് ലൈറ്റ്. ഇയാൾ സമ്മതിക്കണ്ടേ? അങ്ങനെ ഉണ്ട്, സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നിങ്ങൾ പറയണത് ഓ എന്നാ നിൻ്റെ സ്വാമിയോടെന്നാ വാങ്ങിക്കോ. ഇങ്ങനെ ഇയാൾ കോഴിക്കോട് മുഴുവൻ കറങ്ങി തിരിച്ചു വന്നു. ഇവിടെ ഫോഗ് ലൈറ്റ് മഞ്ഞയാന്നുള്ളത് ശരിയാ, പക്ഷെ മഞ്ഞ ബൾബാണ് ഇയാളുടെ ആരെങ്കിലും പറഞ്ഞോ? ബൾബ് ട്രാൻസ്പെറൻ്റാ, അതിൻ്റെ പുറത്തുള്ള കവറിങ്ങിൻ്റെ കളറിനനുസരിച്ചാണ് പുറത്തേക്ക് വരുന്നത്. ഈ കവറിങ് ആണ് കാരണ സൂക്ഷ്മ സ്ഥൂലദേഹങ്ങൾ. സ്ഥൂല സൂക്ഷ്മ കാരണ എന്നല്ല പറഞ്ഞത്, കാരണ സൂക്ഷ്മ സ്ഥൂല, അവിടെ നിങ്ങട്ടാ പറഞ്ഞത്. ഇതിനെല്ലാം അഭ്യന്തരമായി പ്രവർത്തിക്കുന്നതാകട്ടെ കേവല ചൈതന്യ സ്വരൂപമാണ്. അവിടെ ക്രോധവും ഇല്ല, നെഗറ്റീവും ഇല്ല, പോസിറ്റീവും ഇല്ല, കരുണയും ഇല്ല, ശാന്തിയും ഇല്ല, അസൂയയില്ല, ഒന്നുമില്ല. കേവലമായ അസ്തിത്വം മാത്രം, ചിൻ മാത്രം, ആനന്ദം മാത്രം. അത് ഈ വക ഉപാധികളിലൂടെ പ്രകാശിക്കുമ്പോൾ ഈ ഭാവങ്ങളൊക്കെയായി വരുന്നു. അപ്പോൾ ഉപാധിയിൽ ഏത് ഭാവമാണോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രകടനം. അതുകൊണ്ട് നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയുക എന്തിനെയാണ്? ഉപാധിയെയാണ്. ചെയ്തോളൂ, അത് മതി, അത്രയേ വേണ്ടു. ഷോഡശ സംസ്കാരങ്ങൾ പുരുഷന്മാർക്ക് മാത്രമാണോ വിധിച്ചിട്ടുള്ളത്, അതോ ബ്രാഹ്മണർക്ക് മാത്രമാണോ? ഷോഡശ സംസ്കാരങ്ങൾ മനുഷ്യർക്കാണ് വിധിച്ചിട്ടുള്ളത്. അതെ, മനുഷ്യർക്കാണ്. നമ്മൾ സനാതനധർമ്മത്തിൻ്റെ വ്യവസ്ഥ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തീർത്തും ശാസ്ത്രബോധം വിസ്മൃതമായ ഒരു അന്ധകാരമയമായ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നത് കാണാൻ കഴിയും. അത് ശാസ്ത്രത്തിൻ്റെ കുഴപ്പമല്ല, സനാതനധർമ്മത്തിൻ്റെ കുഴപ്പമല്ല. അതുകൊണ്ടാണ് വ്യക്തമായി സനാതനധർമ്മത്തിൻ്റെ വ്യവസ്ഥ എന്നൊരു പദം ഉപയോഗിച്ചത്. അവിടെ പലപ്പോഴായി ശാസ്ത്രവിരുദ്ധങ്ങളായ അനാചാരങ്ങളും അത്യാചാരങ്ങളും നടന്നിട്ടുണ്ട്. തീർത്തും ശാസ്ത്രപ്രഭ സമൂഹത്തിൽ നിന്ന് മങ്ങിപ്പോയ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അന്ധകാരത്തിൻ്റെ കാലഘട്ടത്തിലൂടെ അനേക തവണ നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. തിരിഞ്ഞൽപ്പം നോക്കുമ്പോൾ ഈ സന്ദർഭത്തിലാണ് തീർത്തും ജാതീയമായ ഉച്ചനീചത്വ കൽപ്പനകൾ, അത്യന്തം ശാസ്ത്രീയമായ ചാതുർവർണ്ണ്യത്തിൻ്റെ സ്ഥാനത്ത് അതിഹീനമായ ജാതി വ്യവസ്ഥ കുടിയേറിയത്. വേദത്തിൽ സമുന്നതമായ പദവിയിൽ കാണപ്പെടുന്ന സ്ത്രീത്വം ഒരു 2ാം തട്ടിലേക്ക് അഥവാ 3ാം തട്ടിലേക്ക് മാറ്റപ്പെടുന്നതെല്ലാം ഈ അന്ധകാരത്തിൻ്റെ പരിണാമമാണ്. അപ്പോഴാണ് പാടില്ല 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 എന്നുള്ളത് വന്നത്. ഇത് നിനക്ക് പാടില്ല, നിനക്ക് പാടില്ല, നിനക്ക് പാടില്ല, എന്നൊക്കെ പാടുള്ളൂ. ആർക്ക്? ചോദ്യം. നിത്യ അഗ്നിഹോത്രം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞില്ലേ, സ്വാമി ഞാൻ ഒക്കെ തിരുമേനി എന്നെ കിട്ടണ്ടേ? എടാ തൻ്റെ മേനി എന്ത്? തിരുമേനെ കിട്ടണ്ടെന്ന് വെച്ചാൽ നിന്റെ മേനി എന്ത് മേനിയാ? തിരുവേറിയ അവിടെയല്ലേ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പുണർന്ന് വെറുമെല്ലാരും മറക്കുകയാണ്. ചിന്തിക്കുക.
അപ്പോൾ സ്ത്രീകൾക്ക് പാടില്ല, സ്ത്രീകൾക്ക് വേദം പാടില്ല, സ്ത്രീകൾക്ക് മന്ത്രോച്ചാരണം പാടില്ല, സ്ത്രീകൾക്ക് പൂജ പാടില്ല. വന്ന് കേരളത്തിൽ സ്ത്രീകൾക്ക് നേദ്യം വയ്ക്കാനായി.